ഇന്ന് നമുക്ക് ചതുരത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട്? ഈ സമചതുരങ്ങൾ ഉള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ തരത്തിലുള്ള ചതുരങ്ങൾ അപ്പോൾ ഒരു വർഗമായിരിക്കും. വർഗം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ 2ൻ്റെ സ്ക്വയറായിട്ടുള്ള 4 തുല്യ ചതുരങ്ങൾ, സമചതുരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വശത്ത് നിന്ന് നോക്കിയാലും നമുക്ക് തുല്യ എണ്ണമായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നീളത്തിൽ നോക്കിയാലും 2 എണ്ണമാണുള്ളത്, വീതിയിൽ നോക്കിയാലും 2 എണ്ണം തന്നെയാണുള്ളത്. അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ 2 എണ്ണത്തിൻ്റെയും വർഗ്ഗങ്ങൾ എടുത്ത് കൂട്ടുകയാണ് വേണ്ടത്. അപ്പം അതിന് നമ്മൾ 1, 2 എന്ന് അടയാളപ്പെടുത്തി ആദ്യമുള്ള നീളത്തിലോ വീതിയിലോ ഏതെങ്കിലും ഒരു വശത്ത് ആ ചതുരത്തിൻ്റെ മുകളിലായിട്ട് 1, 2 എന്ന രീതിയിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ വർഗ്ഗം എടുക്കുക. 1ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഗുണനം 1 1 തന്നെയാണ്. അതുപോലെ 2ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 2 ഗുണനം 2 4 അവ രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ആകെ സമചതുരങ്ങളുടെ എണ്ണം കിട്ടും. ഇത് നമുക്ക് നേരെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും, എണ്ണിയിട്ട് തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ വലിയ ചതുരങ്ങളൊക്കെ വരുന്ന സമയത്ത്, കൂടുതലുള്ള ചതുരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു 16 തുല്യ ചെറിയ സമചതുരങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് എത്ര ചതുരങ്ങൾ നമുക്ക് സമചതുരങ്ങൾ കണ്ടെത്താം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിന് ഏറ്റവും നല്ല മാർഗം ഒരു വശത്തുള്ള ചതുരങ്ങൾക്ക് നമ്പർ കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ വർഗ്ഗം എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇവിടെയുള്ളത് 1ഉം 2ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ൻ്റെ സ്ക്വയറായിട്ടുള്ള 1ഉം കൂട്ടണം, അതിൻ്റെ കൂടെ 2ൻ്റെ സ്ക്വയറായിട്ടുള്ള 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള എണ്ണം 5 എണ്ണമാണുള്ളത്. ആ 5 എണ്ണവും കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ 16 എണ്ണമുള്ള തുല്യ വലിപ്പമുള്ള 16 സമചതുരങ്ങളാണ് തന്നിട്ടാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ ഇതേ രൂപത്തിൽ നമുക്കത് ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കേണ്ടത് 1 സ്ക്വയർ കൂട്ടണം, 2 സ്ക്വയറെ കൂട്ടണം, 3 സ്ക്വയറെ കൂട്ടണം, 4 സ്ക്വയർ, ആ രീതിയിൽ ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ എത്ര ചതുരങ്ങൾ ഉണ്ട്? ചതുരങ്ങൾ ചോദിക്കുന്ന സമയത്ത് നീളത്തിലും വീതിയിലും വ്യത്യസ്ത എണ്ണത്തിലുള്ള ചതുരങ്ങളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ളതും വരാം. ഇവിടെ തുല്യമായിട്ടുള്ള എണ്ണമുള്ള ചതുരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നീളത്തിൽ 2 വീതിയിലും 2. ഇവിടെയും ചെയ്യേണ്ടത് ചതുരത്തിൻ്റെ മുകളിലായിട്ട് 1, 2 എന്ന് രേഖപ്പെടുത്താണ് വേണ്ടത്. നീളത്തിൽ മുകളിലായിട്ട് 1, 2 എന്ന് എഴുതാം. അതുപോലെ വീതിയിലും 1, 2 എന്ന് എഴുതാം. അടുത്തതായി ചെയ്യേണ്ടത് ആ എണ്ണത്തിനെ, ആ നമ്പറിനെ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. നീളത്തിൽ എത്ര നമ്പറാണോ ഉള്ളത് അതിൻ്റെ തുക എടുക്കുക. ഇവിടെ നീളത്തിൽ 1, 2 എന്നാണുള്ളത്. അപ്പോൾ അതിൻ്റെ തുക എടുക്കുക. 1 കൂട്ടണം 2 സമം 3. അതുപോലെ തന്നെ വീതിയിലും 1ഉം 2ഉം ആണുള്ളത്. അതും കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടുക. അപ്പം അങ്ങനെ സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ അവ പരസ്പരം ഗുണിച്ച് കഴിഞ്ഞാൽ നീളത്തിൽ കിട്ടിയ തുകയും വീതിയിൽ കിട്ടിയ തുകയും പരസ്പരം ഗുണിച്ച് കഴിഞ്ഞാൽ ഇതിലാകെ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നീളത്തിൽ കിട്ടിയത് 3, വീതിയിൽ കിട്ടിയതും 3. അവ പരസ്പരം ഗുണിച്ച് കഴിഞ്ഞാൽ 9 ചതുരങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചതുരത്തിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ചിത്രത്തിൽ നിന്നും 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? LSS പരീക്ഷയ്ക്ക് പൂർണ്ണസംഖ്യ മാത്രമേ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഉയർന്ന പരീക്ഷയിൽ USS പരീക്ഷയും അതിൻ്റെ മുകളിലേക്കുള്ള പരീക്ഷയിലൊക്കെ ഭിന്നസംഖ്യകളൊക്കെ ചോദിക്കും. എങ്ങനെയായാലും നീളത്തിലും വീതിയിലും ആ പറഞ്ഞ
അളവുകൾ എത്രയുണ്ട് എന്നത് തിരിച്ചറിയാണ് വേണ്ടത്. ഇവിടെ 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള എന്നതാണ് ചോദിക്കുന്നത്. അപ്പം 12-ൽ എത്ര 3 ഉണ്ട് എന്ന കാര്യം ആദ്യം തിരിച്ചറിയുക. അതുപോലെ തന്നെ വീതിയായ 6-ൽ എത്ര 3കളുണ്ട് എന്നത് തിരിച്ചറിയാണ് വേണ്ടത്. എന്നിട്ട് അവ പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത്. നമുക്ക് 12-ൽ 4 3കളാണുള്ളത്, അതവിടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീതിയിൽ 2 3കളാണുള്ളത്. വീതി 6 ആണല്ലോ, ഇപ്പോൾ 2 3കളാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടി നീളത്തിൽ 4, വീതിയിൽ 2. അവ പരസ്പരം ഗുണിക്കുന്ന സമയത്ത് 8 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കണക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ 10 തട്ടുകളായി ചതുരങ്ങൾ അടുക്കി വയ്ക്കാൻ എത്ര ചതുരങ്ങൾ വേണം? ഇവിടെ ചിത്രം നോക്കിയാൽ നമുക്കറിയാം, മുകളിലായിട്ട് 1 കാണുന്നത്, രണ്ടാമതായിട്ട് 2 ചതുരങ്ങളാണ് കാണുന്നത്, മൂന്നാമതായിട്ട് 3 കാണുന്നത്. അങ്ങനെയെങ്കിൽ 10ാമത്തെ തട്ടിൽ, അവസാനം താഴെയുള്ള 10ാമത്തെ തട്ടിൽ 10 ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതൊരു എണ്ണൽ സംഖ്യകളുടെ പാറ്റേൺ ആയിട്ടാണ് കട്ടകൾ അല്ലെങ്കിൽ ചതുരങ്ങൾ അടുക്കി വച്ചിട്ടുള്ളത്. 1 മുതൽ 10 വരെ ഉള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയായ 1 കൂട്ടണം 10 കൂട്ടിക്കഴിഞ്ഞിട്ട് സംഖ്യയുടെ പകുതിയായിട്ടുള്ള 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 55 എന്ന ഉത്തരം കിട്ടും. സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള മാർഗം മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും. മറ്റൊരു രീതിയിൽ ചതുരങ്ങൾ അടുക്കി വെച്ചത് നോക്കാം. ഇവിടെയും 10 തട്ടുകളായി അടുക്കി വയ്ക്കാൻ എത്ര ചതുരങ്ങൾ വേണം എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. മുകളിലായി കാണുന്നത് 1, രണ്ടാമത്തെ തട്ടിൽ 3, മൂന്നാമത്തെ തട്ടിൽ 5. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അത് ഒറ്റ സംഖ്യയുടെ പാറ്റേൺ ആണ്. അപ്പോൾ 10 ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആദ്യത്തെ ചതുരം 1, രണ്ടാമത്തെ ചതുരവും രണ്ടാമത്തെ തട്ടിലെ ചതുരവും ആദ്യത്തെ തട്ടിലെ ചതുരവും കൂട്ടിയാൽ നമുക്ക് 4 കിട്ടുന്നത്. അതുപോലെ മൂന്നാമത്തെ തട്ടിൽ 5 ചതുരങ്ങളാണുള്ളത്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് 9 എന്ന് ഉത്തരമാണ് കിട്ടുക. അവിടെ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. 1 ഗുണനം 1 1. അതുപോലെ രണ്ടാമത്തെ തട്ടിലും ഒന്നാമത്തെ തട്ടിലും കൂടെ കൂട്ടുന്ന സമയത്ത് 2 ഗുണനം 2 കിട്ടുന്നത്. അതുപോലെ മൂന്നാമത്തെ തട്ടിൽ ആകെയുള്ള 3 തട്ടുകൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് 3 ഗുണനം 3 9 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 10 തട്ടുകളായി ചതുരങ്ങൾ അടുക്കി വയ്ക്കാൻ കണ്ടുപിടിക്കാൻ പ്രയാസമല്ല. 10 ഗുണനം 10 100 ചതുരങ്ങൾ വേണ്ടി വരും.